ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗോൾഡ് കറൻ്റ്ലി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന പല ന്യൂസുകളും ഗോൾഡിനെ നല്ലവണ്ണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആയിട്ട് നീങ്ങുന്നത്. ഓക്കെ, സോ ഇന്ന് ഏഷ്യൻ സെഷനിൽ നമുക്ക് പല സപ്പോർട്ട് ലെവലിൽ നിന്നും മാർക്കറ്റ് പുഷ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റിൽ? ഇഫ് ഗോൾഡിന് ഈ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ചാൻസ് ഉണ്ട്? ഇവിടെ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് 3ഉം 4ഉം ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, സോ കറൻ്റ്ലി ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. ഇനി നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു റീട്രേസ്മെന്റ് വേണം. അത് മാർക്കറ്റ് ഇപ്പം തന്നെ റീട്രേസ്മെന്റ് തരണമെന്നില്ല. മാർക്കറ്റ് വേണമെങ്കിൽ ബുള്ളിഷായി പോയതിനു ശേഷം ഒരു റീട്രേസ്മെന്റ് തരികയും തന്നിട്ട് മാർക്കറ്റ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സപ്പോർട്ട് ലെവൽ, ഇപ്പോൾ കറൻ്റ്ലി ഫോം ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ 3 സപ്പോർട്ട് ലെവലുകളാണ്. ഓക്കെ, സോ ഒന്നെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ തന്നെ താഴെ വന്നതിന് ശേഷം എന്ത് ചെയ്യും? ഈ ഒരു സപ്പോർട്ട് ലെവലുകളിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിൽ എത്തിയതിന് ശേഷം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സപ്പോർട്ട് ലെവലുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിന് ബുള്ളിഷ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പം താഴെ വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് റിയാക്ഷൻ തരികയും എൻട്രി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബുള്ളിഷ് എൻട്രി പോകാൻ പറ്റുന്നതാണ്. ഇനി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നാൽ, അതായത് ഇപ്പോൾ ബുള്ളിഷ് ആണ് മാർക്കറ്റ് ഉള്ളത്, അഥവാ ഇത് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം. ഓക്കെ, വൺസ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റീട്രേസ്മെന്റിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവലുകളിൽ നിന്ന്, ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് നമുക്ക് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി പോകാവുന്നതാണ്. ഇനി ഇത് താഴോട്ട് പോവുകയാണെങ്കിൽ എത്ര വരെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്? പോവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആണ് മാർക്കറ്റ്. ഇഫ് മാർക്കറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ജസ്റ്റ് 2 ഹവറിൽ വന്ന് നോക്കാം. 2 ഹവറിൽ നമുക്ക് ക്ലിയർലി ഇവിടെ കുറച്ച് ലെവലുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലെവലുകളിൽ നിന്ന് മാർക്കറ്റ് മുകളിലിട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ നമുക്കൊരു നല്ലൊരു റീട്രേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ വന്നതിന് ശേഷം നമുക്കൊരു ബുള്ളിഷ് എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു ലെവലുകളിൽ നിന്നും നമുക്കൊരു എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗോൾഡിൻ്റെ അനാലിസിസ്. കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.